Hello friends, welcome back to our channel Mom's Daily. ഇന്നത്തെ റെസിപ്പി ഒരു കോണാണ്. ചോളം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കോൺ. എന്നാൽ ഈ കോൺ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലോലിപോപ്പ് കോണായിട്ട് എങ്ങനെ കൊടുക്കാം, അതായത് മസാലകളൊന്നും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് എന്നാൽ വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു കോൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി. നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഹെൽത്ത് ബെനിഫിഷ്യലുള്ള ഒരു സംഭവമാണ് ഈ കോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഒത്തിരി അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതൊരു 5-10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസസ് കോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ചകിരിയോട് കൂടെ സ്കിന്നോട് കൂടി ആയിരിക്കും കോൺ വരിക. അപ്പോൾ ആ സ്കിന്നെല്ലാം മാറ്റി ഇതുപോലെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ചില ആൾക്കാർ കത്തി വെച്ചിട്ടാണ് മുറിച്ചെടുക്കുക, ചില ആൾക്കാർ കൈ കൊണ്ട് ഒടിച്ചിട്ട് ഇത് രണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ടാണ് രണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഒടിക്കുമ്പം ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ 4 പീസസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കോൺ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും വളരെ ജ്യൂസിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അതുപോലെ മധുരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ അതിങ്ങനെ പോപ്കോൺ പോലെ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആ കോൺ പുഴുങ്ങാൻ പാകത്തിനുള്ള വായ്വട്ടമുള്ള നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാനത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് മുങ്ങിക്കെടുക്കണ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 കോണും നമുക്കിതിനകത്തോട്ടൊന്ന് ഇട്ടേക്കാം. ഞാൻ 4 കോൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി സാധനങ്ങളും കൂടെ ചേർക്കണം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പോളം പാല്. നമുക്ക് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇതിനകത്ത് ഓൾറെഡി ഇനി തിളയ്ക്കാൻ പോവല്ലേ. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ആ പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ക്യൂബ് കണക്ക്, ഇത്രയും ഒരു കണക്കിലുള്ള ക്യൂബ് ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ നേരിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല, റൂം ടെമ്പറേച്ചർ വേണമെന്നൊന്നുമില്ല. അപ്പം ആ ബട്ടറും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറും അതുപോലെ തന്നെ ഈ പാലും നമ്മളിതിനകത്ത് ഒഴിക്കുന്നത് ഇതൊത്തിരി ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടെ അങ്ങ് ഇരുന്ന് സോഫ്റ്റ് ആവും. നമുക്കറിയാം കോൺ ഓൾറെഡി സോഫ്റ്റ് ആവും അതൊന്ന് വെന്ത് കഴിയുമ്പം. ഇതും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ അത് സോഫ്റ്റ് ആവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ശ്രദ്ധിക്കുക എപ്പോഴും. നമുക്ക് ഓൾറെഡി കോണിൽ ഒരു ഷുഗറി ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഒത്തിരി അങ്ങ് ഇടേണ്ട കാര്യമില്ല, ആവശ്യത്തിന് ഇടുക. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഇതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മുന്നേ നിൽക്കാനും ബാലൻസ്ഡ് ആവാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ചേർത്തിട്ടുള്ളൂ. ഇത് മാത്രം തന്നെ ഇനി ചേർക്കുന്നുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺ നമ്മൾ അടുപ്പത്ത് ഇതുപോലെ ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ 8 മുതൽ 10 മിനിറ്റ് വരെയുള്ള ഒരു സമയത്തിൽ ഇത് ഉറപ്പായിട്ടും ആവും. നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഈ സമയത്ത് വെക്കാനായിട്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമ്മൾ വെക്കുമ്പം 8-നും 10-നും ഇടയ്ക്കുള്ള ഒരു മിനിറ്റിനുള്ള സമയത്തിന് ഇതാവും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഉടനെ തന്നെ ആവും. ഒരു മിനിറ്റിനകത്തൊക്കെ ഇത് വെന്ത് കിട്ടും. ഇത് ഒത്തിരി അങ്ങ് ഇപ്പോൾ ഒരു 10 മിനിറ്റിന് മേലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓവർ ബോയിൽ ആയി പോവും. അതൊട്ടും കൊള്ളത്തില്ല. ഒത്തിരി കുക്ക്ഡ് ആയാലും നമുക്കിത് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഇവിടെ 8 മിനിറ്റോളം കഴിഞ്ഞു. കറക്റ്റ് എനിക്ക് 8 മിനിറ്റാണ്, ഞാൻ സമയം നോക്കിയായിരുന്നു. കറക്റ്റ് 8 മിനിറ്റിനകത്ത് എനിക്കിതായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും എനിക്ക് 8-10 മിനിറ്റിനുള്ളിൽ അകത്ത് തന്നെ ആവാറുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നോക്കിക്കുന്ന ഒരു കുഴപ്പമില്ലാതെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. പാകത്തിനുള്ള വേവാണ്. നമുക്ക് കടിച്ചു കഴിഞ്ഞെന്ന ആ ഒരു ജ്യൂസ് ഇങ്ങനെ വരുന്ന തരത്തിലുള്ള ഒരു വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് പാത്രത്തിലോട്ടൊന്ന് കോരിയെടുക്കാം. അതുപോലെ നിങ്ങൾ എപ്പോഴും ഈ കോൺ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ മസാലകളൊക്കെ ചേർക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വരുന്നത്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇതുപോലെ കുറച്ചൊരു മധുരം കുറച്ച് ബട്ടറും ഒക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടും. അവർക്ക് അതിനകത്തുള്ള ജ്യൂസ് ഒരു ഷുഗറി ജ്യൂസാണല്ലോ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കഴിക്കാനും ഇഷ്ടമാണ്, പ്ലെയിനുമാണ്.
എന്നാൽ അവർ അത് ചോദിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ കണ്ണിനും അതുപോലെ സ്കിന്നിനും പിന്നെ ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കോൺ എന്ന് പറയുന്നത്. ഈവൻ വെയിറ്റ് ഗെയിനിന് പോലും അത് നല്ലതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കുക, കുഞ്ഞുങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാനിത് കോരിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ഞാൻ എപ്പോഴും ഇത് ചില ആൾക്കാരുണ്ട് ഇതിനകത്ത് നിന്ന് പതുക്കെ അതിൻ്റെ കോണൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കൊടുക്കുന്നത്. ഞാൻ ഇവിടെ സ്ക്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ, ഈ ഇങ്ങനെ കുത്തണ പോലെ കുറച്ച് ഷാർപ്പ് എൻഡുള്ള ഇത് കണ്ടോ സ്ക്യൂവേഴ്സ് എന്നുള്ളത്. ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതുപോലത്തെ സ്ക്യൂവേഴ്സ് മേടിക്കുക. അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഇതിൻ്റെ പുറകിൽ ഇത് ഒത്തിരി വലിയതാണ് ഞാൻ മേടിച്ച സ്ക്യൂവേഴ്സ് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് രണ്ടാക്കി എടുക്കാൻ പോവാം. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ അറ്റം വരുന്ന ഭാഗം നമുക്ക് പുറകിലൊന്ന് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ഈ തണ്ടിലോട്ട് കുത്തി കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് ആഴത്തിലങ്ങ് കുത്തി കൊടുക്കാം. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കയ്യിൽ പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾ കഴിച്ചോളും. ഇതിനകത്തുനിന്ന് പൂവോ അങ്ങനെയൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് ഇരുന്നോളും. അതുമല്ല കുഞ്ഞുങ്ങളൊന്ന് ഹാർഡായിട്ട് ഈ ഒരു കോണൊക്കെ അങ്ങനെ കടിച്ചെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് അതിരുന്നോളൂ കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇതുപോലെ മേടിക്കുക, ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളിത് കടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ അകത്തുനിന്ന് ജ്യൂസ് അങ്ങ് ഇറങ്ങി വരിക. നമ്മൾ പാലും ബട്ടറൊക്കെ ഇട്ടുള്ളത് കൊണ്ട്. ഇനി നിങ്ങൾക്ക് ബട്ടർ കുറച്ച് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇതിൻ്റെ മേലൊന്ന് തൂത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടെ കഴിക്കുന്ന ഒന്നാണ്. കാരണം ഇതിനകത്ത് എരിവില്ല, ഇതിനകത്ത് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് ജസ്റ്റ് വളരെ പ്ലെയിനാണ്. കാരണം പാലും പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു ഉപ്പും. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.